ഹായ്, ദിസ് ഇസ് ജസ്ന. പലരും എന്നോട് ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ക്യാബിൻ ക്രൂ എപ്പോഴും ഹോട്ടൽസിലാണോ താമസിക്കുന്നത്? അങ്ങനെയല്ല. ക്യാബിൻ ക്രൂവിൻ്റെ ട്രെയിനിങ് കഴിയുമ്പോൾ അവർക്കൊരു ലൈസൻസ് കിട്ടും, ഫ്ലൈ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടും. അതിനുശേഷം ഒരു ബേസ് അലോട്ട് ചെയ്യും കമ്പനീസ്. ഇപ്പോൾ ബോംബെ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, കൊച്ചിയിൽ ബേസ് ഉള്ള എയർലൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബേസ് ചൂസ് ചെയ്യാം, പക്ഷേ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി അവൈലബിലിറ്റി ദാറ്റ് ദേ അലോട്ട് യു ദ ബേസ്. അപ്പോൾ ബേസ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി കമ്മിങ് ബാക്ക് ടു യുവർ ബേസ്. എന്നിട്ട് യു ക്യാൻ സെർച്ച് യുവർ ഓൺ പ്ലേസ് ടു സ്റ്റേ. ഇപ്പോൾ നിങ്ങൾക്ക് വീട് എയർപോർട്ടിനടുത്തുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റേ അറ്റ് യുവർ ഓൺ ഹോം. അല്ലാന്നുണ്ടെങ്കിൽ യു വിൽ റെന്റ് ഔട്ട് എ പ്ലേസ്. അപ്പോൾ നിങ്ങൾ റെന്റ് എല്ലാം നിങ്ങൾ തന്നെ കൊടുക്കണം. നിങ്ങൾ പിന്നെ ഫ്ലൈറ്റ്സ് എല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ബേസിൽ നിന്നായിരിക്കും. പക്ഷെ നിങ്ങൾ ഔട്ട് ഓഫ് ബേസ് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ യു വിൽ ബി പ്രൊവൈഡഡ് അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ സപ്പോസ് യു ആർ ഫ്ലൈയിങ് ഔട്ട് ഓഫ് കൊച്ചിൻ ടു ദുബായ് ആൻഡ് ദുബായിൽ അന്നത്തെ ദിവസം സ്റ്റേ അല്ലെങ്കിൽ ലേ ഓവർ എന്നാണ് പറയുന്നതിന്. ലേ ഓവർ ആണെങ്കിൽ യു വിൽ ബി പ്രൊവൈഡഡ് ആൻ അക്കോമഡേഷൻ. നിങ്ങൾ തിരിച്ച് ബേസിലേക്ക് വരുന്ന ഫ്ലൈറ്റ്സ് എല്ലാം യു വിൽ ബി ഗോയിങ് ബാക്ക് ടു യുവർ ഹോം. അതുപോലെ ചില പാറ്റേൺ ഫ്ലൈറ്റ്സ് ഉണ്ട്. വെൻ യു ഫ്ലൈ ഫ്രം കൊച്ചിൻ, ഇപ്പോൾ ചിലപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ തിരിച്ചെത്തുക. പല ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് ചിലപ്പോൾ ഒരു 1 വീക്കോ 10 ഡേയ്സോ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തും. അപ്പോൾ എല്ലായിടത്തും യു വിൽ ബി പ്രൊവൈഡഡ് ആൻ അക്കോമഡേഷൻ. അല്ലാതെ നമ്മൾ ഒരു പ്രോപ്പർ ഒരു പ്ലേസ് ഇല്ല എന്നല്ല, യു വിൽ ഹാവ് എ ബേസ് പെർമനൻ്റ്ലി. അല്ലാതെ എപ്പോഴും ഹോട്ടൽസിലല്ല അവർ താമസിക്കുക. ഓക്കെ, താങ്ക് യു.